ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് തലശ്ശേരി സ്റ്റൈൽ ബീഫ് ദം ബിരിയാണിയാണ്. ഇത് വളരെ പെർഫെക്റ്റായിട്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി നന്നായിട്ട് കഴുകി വാരി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കാദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഞാൻ വെളുത്തുള്ളി ചതച്ചത് ഒരു ടീസ്പൂൺ, ഇഞ്ചി ചതച്ചത് 1 ടീസ്പൂൺ, എല്ലാം കുറേശ്ശെ മതി. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഒരു അരമുറി നാരങ്ങയുടെ നീര് ഏകദേശം ഒരു 2 ടീസ്പൂണോളം കാണും. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കാം. അപ്പോൾ നമ്മളിതെല്ലാം നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാനിവിടെ ബീഫ് കട്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലെ കുറച്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിതിനകത്ത് ഉപ്പിടാൻ മറന്നുപോയായിരുന്നു. നമുക്കതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഒന്നുകൂടെ തിരുമ്മി പിടിപ്പിക്കാം. ഇപ്പോൾ നമ്മളിതെല്ലാം നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു 10-20 മിനിറ്റ് നേരം മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊരു കുക്കറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആവി കയറാൻ വേണ്ടി പാകത്തിന് മാത്രം കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇറച്ചിയെന്ന് ഇറങ്ങിക്കോളും. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ആ നേരം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഇനി നമുക്കൊരു ചട്ടി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഒനിയൻ ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിൽ തന്നെയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒനിയൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട്, അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് അതേ ഓയിൽ തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്ത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ ഇറച്ചിക്കകത്ത് ചേർത്തായിരുന്നു, അതും കൂടെ കൺസിഡർ ചെയ്ത് വേണം ഇവിടെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നോടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വെളുത്തുള്ളി ചതച്ചത് ഒരു 1.5 ടേബിൾ സ്പൂൺ, 6-7 പച്ചമുളക് ചതച്ചത്, ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ ഒന്ന് പച്ചമണം മാറി വരുന്നോടം വരെ നന്നായിട്ടൊന്ന് വഴറ്റാം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി ഇത് നന്നായിട്ടിത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത തക്കാളി തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞു. നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഇനി നമുക്കൊരു 1.5 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുക. അപ്പം ബിരിയാണി മസാല ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയാൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യമേ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. ഇതിനകത്ത് ഇപ്പം ബാക്കി വെള്ളമെല്ലാം ബീഫിൽ നിന്ന് ഇറങ്ങിയതാണ്. കണ്ടോ, നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് വേവിച്ചതിന് ശേഷം വേണം ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ ഏകദേശം ഒരു മല്ലിയിലയുടെ 1/3 ഭാഗത്തോളം പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുതിനയില ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്തലുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 പിടി പിസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് ഒനിയൻസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയാൽ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ നിങ്ങൾ ആ വെള്ളം ഒന്ന് ഇച്ചിരി കൂട്ടിയിട്ടൊന്ന് വറ്റിച്ചതിന് ശേഷം വേണം ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു 10 കപ്പ് വെള്ളം തീയെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് വാട്ടർ റേഷ്യോ ഒരു 1:2 എന്ന കണക്കിലാണ് എടുത്തിട്ടുള്ളത്.
ഇനി നമുക്ക് വെള്ളം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് അല്പം ഒന്ന് മുന്നിട്ട് നിൽക്കുന്ന പോലെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, എങ്കിലേ ചോറ് ആയി കഴിയുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കിട്ടത്തുള്ളൂ. അതുപോലെ കുറച്ച് ക്യാരറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. മാക്സിമം ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും. അതുപോലെ ബേ ലീവ്സ്, ഒരു ചെറിയ കഷ്ണം പട്ട, കുറച്ച് ഗ്രാമ്പു ഒരു 3-4 ചേർത്താൽ മതി. തക്കോലം ഒരു 2 എണ്ണം, ഏലക്ക ഒരു 4-5 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെരിഞ്ജീരകം ഒരു ടീസ്പൂൺ, ഒരു നാരങ്ങയുടെ നീര് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം കാണും. അതുപോലെ കുറച്ച് നെയ്യ്, ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിക്കാം. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു 5 കപ്പ് ജീരകശാല റൈസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം വെള്ളം തിളയ്ക്കാൻ വെച്ചതിന് ശേഷമാണ് ഒട്ടും കുതിർക്കാതെ ഞാൻ ജീരകശാല റൈസ് കഴുകിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഞാനിവിടെ ജീരകശാല റൈസ് ഒട്ടും കുതിർക്കാതെയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 1:2 എന്ന അനുപാതത്തിൽ വെള്ളം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് പരുവായിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി റൈസ് തെളിഞ്ഞ് ഇതുപോലെ വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതാണ് കറക്റ്റ് പരുവം. ഇനി നമുക്ക് ഇതിനകത്ത് ആവിയൊന്നും ഒട്ടും വെളിയിൽ പോകാത്ത രീതിയിൽ നന്നായിട്ടൊരു നനഞ്ഞ തുണി വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചോ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊരു 10-15 മിനിറ്റ് വരെ നമുക്ക് അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ നേരം കൊണ്ട് നമ്മുടെ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് നേരം കഴിഞ്ഞു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി നെയ്ച്ചോറ് നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാം ഒട്ടും ഒട്ടാതെ വിട്ടുവിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് കാണാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തൊരു കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ദമ്മിടുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ ബീഫ് ആദ്യമേ ഉണ്ടാക്കി ബീഫ് മസാല എല്ലാം ഒരു കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ ആദ്യമേ തന്നെ വറുത്ത് വെച്ച കുറച്ച് കശുവണ്ടി, മുന്തിരി, കുറച്ച് കറിവേപ്പില, ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് മല്ലിയില, കുറച്ച് ഫ്രൈഡ് ഒനിയൻസ്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 ലെയറായിട്ടാണ് റൈസ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യത്തെ ലെയർ നമ്മളിവിടെ ഇട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആദ്യമേ തന്നെ ഫ്രൈ ചെയ്ത് വെച്ച കശുവണ്ടി, മുന്തിരി, കറിവേപ്പില, അതുപോലെ ഫ്രൈഡ് ഒനിയൻസ് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1.5 ടീസ്പൂൺ റോസ് വാട്ടർ, ഒരുപാട് വേണ്ട, അതിൻ്റെ ഒരു കുത്തലുണ്ടാവും. അതുപോലെ കുറച്ച് ബിരിയാണി മസാല ഒന്ന് തൂക്കി കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് നെയ്യ്, ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുങ്കുമപ്പൂ വെള്ളത്തിൽ കുതിർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ വേണമെങ്കിലും ചേർക്കാം. ഇനി നമ്മൾ രണ്ടാമത്തെ ലെയറും കൂടെ അതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ശേഷം ഞാൻ ഇതിലേക്ക് ആദ്യമേ നമ്മൾ ഒഴിച്ച അതേ കുങ്കുമപ്പൂ, കുറച്ച് റോസ് വാട്ടർ, അതുപോലെ നമ്മൾ മല്ലിയില, ഫ്രൈഡ് ഒനിയൻസ്, കശുവണ്ടി എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അവസാനം കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് സീൽ ചെയ്യാൻ പോവുകയാണ്. എന്നാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മാവ് വെച്ച് ചപ്പാത്തി ഡോ വെച്ചിട്ട് സീൽ ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ഫോയിൽ പേപ്പർ വെച്ച് സീൽ ചെയ്താലും മതിയാവും. ഇനി നമുക്കൊരു അടപ്പ് വെച്ച് മൂടി വെക്കാം. ഇനി നമുക്കൊരു ദോശക്കല്ല് തീയെ വെച്ച് ചൂടാക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ബിരിയാണി ചെമ്പ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ അടപ്പ് ആവി തട്ടി തുറന്നു പോകാതെ കുറച്ച് ചൂടുവെള്ളവും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ദമ്മിടുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ താഴെ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫുൾ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. അതിനുശേഷം ഏറ്റവും തീ താത്തി വെച്ച് ഒരു 15 മിനിറ്റ് നേരം കൂടെ നമുക്ക് കുക്ക് ചെയ്യണം. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10-20 മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഇപ്പോൾ 10-20 മിനിറ്റ് നേരം കഴിഞ്ഞ് കഴിഞ്ഞു. നമുക്ക് ഇനി ഇതൊന്ന് ദം പൊട്ടിച്ച് നോക്കണം. അടിപൊളിയായിട്ട് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈസ് ഒന്നും ഒട്ടും ഒട്ടാതെ എല്ലാം പാകത്തിനാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ നല്ല അടിപൊളി ബിരിയാണിയാണ്. ഇനി നമുക്കത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തലശ്ശേരി ബീഫ് ദം ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.